ശ്രീകുമാർ, എന്തൊക്കെയാണ് കലോത്സവ വിശേഷങ്ങൾ? അതിലെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണൂരും അതുപോലെ തന്നെ കൊല്ലവും തൃശ്ശൂരും ഒക്കെ ആവേശോജ്വലമായ ഒരു പോരാട്ടത്തിലാണ്. തുച്ഛമായ പോയിന്റുകൾക്കാണ് അവർ 1, 2, 3 സ്ഥാനത്ത് തുടരുന്നത്. മാറി മാറി മറിയുകയാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളൊക്കെ അതിൽ കൂടുതൽ ആവേശത്തിലാണ്. എന്തായാലും 2ാം ദിനം മത്സരങ്ങളെല്ലാം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ജനപ്രിയ കലകൾ മോഹിനിയാട്ടം, അതുപോലെ തന്നെ ഒപ്പന തുടങ്ങിയവ നല്ല ഒരു കാണികളുടെ ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. എന്തായാലും വൈകുന്നേരമായി തുടങ്ങിയതോടൊപ്പം തന്നെ ആശ്രാം മൈതാനത്തേക്ക് ആൾക്കാർ എത്തിത്തുടങ്ങിയിരിക്കണം. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഇന്നും ആകാശം അത്ര നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ പോലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും കാണികളും ഈ ഒരു കലാമേളയെ ആവേശകരമായി ഏറ്റെടുത്തു. എങ്ങനെയുണ്ട് കൊല്ലത്തെ കലാമേള? ഭയങ്കരം ഇത്രയും ഒരു ക്രൗഡ് ആദ്യമായിട്ടാണ്. ആശ്രമത്ത് ഇത്രയും ആൾക്കാരെ ഒന്നിച്ച് കാണാൻ പറ്റുന്നില്ല ഈ ഒരു പ്രോഗ്രാം തന്നെ. ഇന്നലത്തെക്കാളും വളരെ ആവേശമാണ് ഇന്നത്തെ ഒരു ദിവസം. ഓരോ ദിവസം കൂടുമ്പോൾ ആവേശം കൂടിക്കൂടി വരികയാണ്. വളരെ വലിയ ഒരു പ്രോഗ്രാം തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ കൊല്ലം ഈ ഒരു കലാമേളയെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ ആവേശകരമായ പോരാട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറയേണ്ട അപ്പീലുകളുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് സമയബന്ധിതമായി തന്നെ ഈ കലാമേള അവസാനിപ്പിക്കും. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി. എന്തായാലും അതിൻ്റെ അവസാന 2ാം ദിവസത്തിൽ ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. അതിൻ്റെ എല്ലാം ആവേശകരമായ പോരാട്ടം നടക്കുകയാണ്. എന്തായാലും കാണികളും എത്തി തുടങ്ങിയിരിക്കുകയാണ്. ആതിര.